ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് പച്ചമുന്തിരിയില് ഗ്രീൻ ഗ്രേപ്സ് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മള് മുന്തിരിയൊക്കെ വാങ്ങിക്കുമ്പോ, അപ്പൊ ഞാൻ മുന്തിരി വാങ്ങിക്കുമ്പോ എന്താ പറയാ, മധുരമുള്ള മുന്തിരി കിട്ടാൻ വേണ്ടി ഇത്തിരി ഇങ്ങനെ യെല്ലോ കളറ് അങ്ങനെയൊക്കെ നോക്കി നല്ല നന്നായി പഴുത്തിട്ടുള്ള മുന്തിരി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചില നേരത്ത് ഇവര് നമുക്ക് തരുമ്പോ ആദ്യത്തെ ഒരു കൊല വെക്കും, ബാക്കി ഈ സാധാരണ അല്ലെങ്കിലും ചില സമയത്ത് മഞ്ഞ കളറുള്ളത് ഒരുവിധം പഴുത്തതായിരിക്കും, എന്നാലും ചില പച്ചമുന്തിരികൾക്ക് നല്ല മധുരം ഉണ്ടാവും. എന്നാൽ ചില സമയത്ത് ബെസ്റ്റ് പുളിയായിരിക്കും. അപ്പൊ ഈ ഒരു പുളിയുള്ള മുന്തിരി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാനേ തോന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കുറെ പേര് മുന്തിരി മിക്കവാറും പേര് അതെടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെ അത് പുറത്ത് വെച്ചു, പിന്നെ എടുത്ത് കളഞ്ഞു, അങ്ങനെയൊക്കെയാണ്. നമുക്ക് മധുരം ഇല്ലെങ്കിൽ പിന്നെ മുന്തിരി ചെറിയ പുളിയോടെ കഴിക്കാൻ പലർക്കും ഇഷ്ടമില്ല. പിന്നെ ചെയ്യാനുള്ള ഒരു ഇത് നമ്മള് ജ്യൂസ് അടിക്കുക, അങ്ങനെയൊക്കെ കുഴപ്പമുണ്ട്. പഞ്ചസാര അതെ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു മുന്തിരി വെച്ചിട്ട് എളുപ്പത്തില്, എല്ലാം നമ്മൾ എളുപ്പത്തിലാണല്ലോ ലിസ്ബി കിച്ചണിൽ ചെയ്യുന്നത്, എളുപ്പത്തിലൊരു പിക്കിൾ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ അതെന്ന് വെച്ചാൽ നമുക്ക് സൂക്ഷിച്ചു വെച്ച് ചോറിനൊക്കെ നമുക്ക് കുറച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഞാൻ പറയാണ്ട, ഞാൻ ഇതുവരെ മുന്തിരി പിക്കിള് കഴിച്ചു. നമ്മള് ഇപ്പൊ ഈ അടുത്ത് കല്യാണത്തിന് പോയപ്പോ ഒരു മുന്തിരി പിക്കിൾ മുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയൊരു എരിവും ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു അച്ചാറാണ്. നമുക്ക് ഡിഫറെന്റ് ടേസ്റ്റ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യണ തെറ്റൊന്നുമില്ല. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അത് ട്രൈ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങള് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ ഓക്കെ, അതിന് തന്നെ നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് ചൂടാവാൻ കുറച്ച് നേരം എടുക്കും. അപ്പൊ അതുകൊണ്ട് അത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. 1 കിലോ മുന്തിരി. അതാണ് ഞാൻ പറയാൻ പോണത്. 1 കിലോ മുന്തിരിയാണ് കിട്ടിയത്. അപ്പൊ മുന്തിരി കിട്ടിക്കഴിഞ്ഞാൽ പല രീതിയിൽ പലരും അച്ചാറിടും. അപ്പൊ മിക്കവാറും പേര് അച്ചാറിടാതെ ഇതിപ്പോ നമ്മള് നന്നായി ഉപ്പും വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള മുന്തിരിയാണ്. ഈ മുന്തിരിനെ എല്ലാവരും നടു കീറിയിട്ടൊക്കെയാണ് അച്ചാർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹോളൊക്കെ ഇട്ടിട്ട് അങ്ങനെ, എന്നാലും ഉപ്പൊക്കെ പിടിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ ഇതെന്താണെന്നറിയോ, എനിക്ക് കിട്ടിയ സമയത്ത് തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം അതില് നന്നായി ഉപ്പും കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ വെച്ചു. അപ്പൊ വെച്ചപ്പോ ഉണ്ടായതാണ് ഇതിങ്ങനെ ചെറുതായി, ചിലത് ഇങ്ങനെ ചുളിഞ്ഞു, ചിലത് കളറൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ നല്ല വൃത്തിക്ക് ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണ്ട, ഇതങ്ങനെ തന്നെ വെള്ളം ഒഴിക്കാണ്ടിരുന്നാ മതി. ഇതങ്ങനെ തന്നെ ഇവിടെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം, വെച്ചാൽ മതി, പുറത്ത് വെക്കാം. അപ്പൊ നമുക്ക് എപ്പോഴാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുത്ത് അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ അതൊരു ടിപ്പാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കുകയും ചെയ്യാം, എന്നുവെച്ചാൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ 1 കിലോ മുന്തിരിയാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. 2 ടേബിൾ സ്പൂൺ എന്തായാലും വേണം, കുറച്ച് എണ്ണ വേണം അച്ചാറിന്. നന്നായി ചൂടായി വരണം. മതി. അപ്പൊ ഇത് നന്നായി ചൂടാവണം. നമ്മളിവിടെ അച്ചാറിന് വേണ്ടിയിട്ട് കടുക് എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കടുകാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളിവിടെ 2 തരം വെളുത്തുള്ളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് ചതച്ച് വെച്ചേക്കാണ്. അതുപോലെ ഇഞ്ചി വലിയൊരു കഷ്ണം, അതും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ മുന്തിരിക്ക്. അപ്പോൾ എണ്ണ സൂപ്പറായിട്ട് ചൂടായിട്ടുണ്ട്. പ്രിൻസാന്റെ പരിചയം ഞാനിവിടെ കൈ കൊടുത്തിട്ടുണ്ട്. പ്രിൻസാന്റെ കടുക് കൂട്ടുമ്പോ 2 ടേബിൾ സ്പൂൺ കടുക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യാം. ഫ്ലെയിം ഞാൻ ഇത്തിരി താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇതിന്റെ പച്ചമണം ഒന്ന് പോണ വരെ ഒന്ന്, അതായത് ഒന്ന് ബ്രൗൺ ഷെയ്ഡിലേക്ക് ഒന്ന് വരണം. വന്ന് വരാൻ ഒരു ചെറുതായിട്ടൊന്നൊരു കളറ് മാറും. ലിസ പറഞ്ഞ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്മെല്ലും വരും കേട്ടോ. മൂത്ത് വരുമ്പോ ഒരു പ്രത്യേക സ്മെല്ല് വരും. വെളുത്തുള്ളി 6 ടീസ്പൂൺ മുളക് പൊടി, അത് ഞാൻ 4 ടീസ്പൂൺ സാധാരണ നല്ല മുളക് പൊടിയും 2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി അത് ഫ്ലെയിം താത്തി വെച്ചിട്ട് ഇതിട്ട് കൊടുക്കാം. ഓക്കെ. അതിന്റെ എപ്പോഴും മുളകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക, മാക്സ് അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. ഫ്ലെയിം താത്തിയാ മതി. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും 1 ടീസ്പൂൺ കായം പൊടിയും 1 ടീസ്പൂൺ ഉലുവ പൊടിയും അതും കൂടി ഇടാം. 3 ത്രിമൂർത്തികൾ എന്നല്ലേ പറയാൻ വന്നത്? ത്രിമൂർത്തികള് അല്ലെങ്കിൽ സുന്ദരികള്, 3 സുന്ദരികൾ എന്താ പറയടി? 3 കാണാൻ 3 സുന്ദരികൾ തന്നെ അവര്. അതാ ഈ മുളകിന്റെ കളറ് നല്ല കളറിലേക്ക് എത്തിയാ നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി മൂത്ത് വരുമ്പോ ഒന്നും കൂടി ഡാർക്കാവും. പിന്നെ ആ മണല്ലേ, ഒരു പച്ചമണം എപ്പോഴും ഉണ്ട്. ആ മണം ഇപ്പൊ പോവും. പച്ചമണം പോയിട്ട് ഒരു നല്ലൊരു അതിന്റെ ഒരു വെന്ത ഒരു മണം വരും. അത് നമുക്ക് മെയിൻ കുക്കേഴ്സ്, നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആ സ്മെല്ല് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മളത് ആ സ്മെല്ലിലേക്ക് എത്തി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നതേ വെള്ളം. ഈ 1 കപ്പ് വെള്ളത്തില് ഞാൻ 1 ടീസ്പൂൺ വിനീഗർ, എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മുന്തിരിയിലൊക്കെ വിനീഗർ ഇട്ട ഉപ്പുളിയൊക്കെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വിനീഗറിന്റെ അളവ് ലേശം കുറവാണ്. ഇത് ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അതുവരെ നമുക്ക് പെട്ടെന്ന് തിളയ്ക്കും. ഈ മൺചട്ടിയിലെ പ്രത്യേകത പെട്ടെന്നൊന്നും അവൻ താളത്തില്ല, ചൂട്. പിന്നെ എപ്പോഴും പിക്കിൾ ഉണ്ടാക്കുമ്പോ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് സൂപ്പർ കേട്ടോ. ഞാൻ പിക്കിൾ പലതരം മറ്റേ പിന്നെ അലുമിനിയം എല്ലാവർക്കും അറിയാവുന്നതാണ്, അങ്ങനത്തെ തന്നെ ഉപയോഗിക്കില്ല. സ്റ്റീലും പിന്നെ കോപ്പറൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. മറ്റേ ഇൻഡാലിയം അതൊക്കെയാണ്. ഞാൻ മൺചട്ടിയിലാണ് മൺചട്ടിയിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം തളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ചെറിയ വെള്ളം പൊടിച്ചിട്ട് ഇടുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുന്തിരിക്ക് അധികം മധുരമൊന്നും ഇല്ലല്ലോ. ഇതും കൂടി ആകുമ്പോൾ ചെറിയ മധുരവും പുളിയും എരിവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റാണ്. 1 മിനിറ്റ് കേട്ടോ, അത്ര വേണ്ടു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുന്തിരി ഇങ്ങനെ ഇട്ട് വെച്ചപ്പോ അതിൽ നിന്ന് കൊറേ ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട്. കണ്ട വെള്ളം വന്നിട്ടുണ്ട്. ആ വെള്ളം മുഴുവൻ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നല്ല ഉപ്പാ നോക്കിയിട്ട് മതി. അപ്പൊ ഞാൻ ആദ്യം ഈ മുന്തിരി ഇതിലേക്ക് ഇതേ കോരിയിടണം കേട്ടോ. ഫ്ലെയിം നന്നായി താത്തി വെച്ചേക്കാണേ. ഉപ്പ് ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി, അപ്പൊ ഈ വെള്ളം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊഴിച്ച് ഈ അച്ചാർ എത്ര നാളിരിക്കും? എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും. അപ്പൊ പിന്നെ അറിയാലോ, എപ്പോഴും മുന്തിരി കിട്ടില്ല. മുന്തിരി കഴിക്കുമ്പോ അച്ചാറായാലും മുന്തിരിയുടെ ആ ഒരു ഇത് മാധുര്യം നമുക്ക്. ഞാനിപ്പോ ഒരു കല്യാണത്തിന് പോയപ്പോ ഇതിപ്പോ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാലും നല്ല രസാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇങ്ങനെ ഇട്ട് വെച്ചാ ഇടയ്ക്ക് പറക്കി തിന്നും. ഒരു പ്രത്യേക ടേസ്റ്റാ. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും കഴിച്ചിട്ടില്ല. ഞാൻ അന്ന് ആ ഫംഗ്ഷൻ പോയപ്പോ ഞാൻ കഴിച്ചില്ല, ഇങ്ങോട്ട് കഴിച്ചു. എനിക്കപ്പോ അത് കണ്ടപ്പോ ഉണ്ടാക്കണം തോന്നി. അവരുടെ സ്റ്റൈല് ഇപ്പൊ എല്ലാതും കൊണ്ട് എല്ലാം ഉണ്ടാക്കി നോക്കാണ്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അല്ല ഇത് ശരിയാവും. ഇത് പിന്നെ ശരിയായതുകൊണ്ടാണല്ലോ അവരവിടെ വെച്ചത്. ഇതിലേ ഞാൻ ഇതിന് കുറച്ച് വെള്ളം, വിനീഗർ ഉപ്പും കൂടിയിട്ടുള്ള വെള്ളമാണ്. ഉപ്പിന്റെ അംശം ഉണ്ട്. ഇനിയിപ്പോ ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇതിൽ ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഈ മുന്തിരിക്കും വലിച്ചിട്ടുണ്ടോ ഈ ഉപ്പ് വേള? അപ്പൊ എനിക്ക് ചേർത്തണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിൽ ഉപ്പുണ്ട്. മുന്തിരിയും അതിലേക്ക് മുങ്ങി കിടന്നിരുന്നല്ലേ. അപ്പൊ ഇതിങ്ങനെ ഇരുന്നിട്ട് എന്താണോ ലിസു? ഇനി തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെറുതെ ഒന്ന് ചൂടായാൽ മതി. ചൂടായിട്ട് ഓഫാക്കാം. കേട്ടില്ലേ? ഇത്രയുള്ളൂ പണി. നമ്മൾ വിചാരിക്കും ഇത് വലിയ സംഭവമൊന്നുമില്ല, മനസ്സുണ്ടായാൽ മതി. ഇപ്പൊ ചൂടായിട്ടുണ്ട് ഓൾറെഡി. മൺചട്ടിയിലായതുകൊണ്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഓഫ് ആക്കിട്ടോ. ഇനി ഇതിരുന്ന്
ഇതിൽ നിന്ന് ഇനിയിപ്പോ വെള്ളമൊന്നും വേറെ വരില്ല. സാധാരണ മറ്റോളം അതായത് ഫ്രഷ് ആയിട്ട് അങ്ങനെ മുന്തിരി അങ്ങനെ അച്ചാറിടുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വരും. ഇതിലെന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതില് ഇതിൽ കട്ടിയാവും, കട്ടി കുറുകും, ഒന്നുകൂടി കുറുക ചെയ്യാം. അപ്പൊ അതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇത്. നോക്കി അടിപൊളിയല്ലേ? എനിക്കൊരു ഡൗട്ട് ചോദിക്കട്ടെ, അത് ചാറ് ലേശം കുറവ് പോലെ അല്ല, അത് കുറുകി വരും. അല്ല, അത് നമ്മളിങ്ങനെ വെച്ചാൽ മതി, അധികം അമർത്തി പൊട്ടണ്ട. ഇതിങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിങ്ങനെ കുറുകി വരുമ്പോ ഈ മുന്തിരിയുടെ മുകളിലൊക്കെ ഇങ്ങനെ മുളക് ഇങ്ങനെ പിടിക്കണം. എടുത്ത് വെക്കുക, കുപ്പിയിലെടുത്ത് വെക്കുമ്പോ മുകളിലേക്ക് ഒന്ന് കവർ ചെയ്ത് നിൽക്കാൻ നോക്കാം. അപ്പൊ അത് എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും. അപ്പൊ ഓക്കെ, സീ യു ദെൻ. അപ്പൊ നമുക്ക് പുതിയ ഐറ്റം ആയിട്ട് ലിസ്പി കിച്ചണിൽ കാണാം. ഓക്കെ.